നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് റെക്കഗ്നൈസൻസ് സർവേ എന്താണ് റെക്കഗ്നൈസൻസ് സർവേ? നമ്മളൊരു സർവേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഏതാ? റേഞ്ചിങ്, ചെയിനിങ്, ഓഫ്സെറ്റിങ്. അപ്പോൾ ഈ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ആ സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പ്ലോട്ട് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ പ്ലോട്ടിൻ്റെ അതിരിലൂടെ അല്ലെങ്കിൽ ആ ബൗണ്ടറിയിലൂടെ നമ്മൾ നടക്കും. എന്നിട്ട് അതിൻ്റെ ഏകദേശം ഒരു രൂപരേഖ നമ്മൾ ഒരു ഫ്രെയിം വർക്ക് പോലെ നമ്മളത് വരയ്ക്കും. ഫ്രെയിം വർക്ക് എന്നാണ് നമ്മൾ പറയുക. ഒരു ഏകദേശ രൂപരേഖ നമ്മൾ വരയ്ക്കും. അത് വരച്ചതിന് ശേഷം അതിനുശേഷമാണ് നമ്മൾ ഇതിലൂടെ നമ്മുടെ ബേസ് ലൈൻ ഏതിലിടണം, നമ്മുടെ ചെയിൻ ഏതിലെയാണ് ഇടേണ്ടത്, ഏതാണ് ഏറ്റവും നീളം കൂടിയ ലൈൻ, ആ ഏറ്റവും നീളം കൂടിയ ലൈനിലൂടെയാണ് നമ്മൾ എന്തിടുന്നത്, ചെയിൻ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ ഈ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ്. നമ്മൾ ആദ്യം സ്ഥലം കണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ്, അതായത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിലിമിനറി സർവേ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റെക്കഗ്നൈസൻസ് സർവേ. ഇത് നമുക്ക് സാധാരണ വൈവേക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. എന്താണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്? ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, പ്രിലിമിനറി സർവേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ സമയത്ത് നിങ്ങളോട് ഞാൻ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു, ബേസ് ലൈൻ എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയിൻ സർവേയിൽ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ ലൈനിനെ, അതായത് നമ്മൾ ചെയിൻ ഇടുന്ന ലൈനിനെയാണ് നമ്മൾ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് ലൈൻ എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം ഈ ലൈനിലാണ് നമ്മൾ ചെയിൻ ഇടുന്നത്. ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആംഗിൾസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനെ ചെയിൻ ഇടുന്ന ആ ലൈനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബേസ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏറ്റവും നീളം കൂടിയ ലൈനായിരിക്കും. ഇതാണ് ബേസ് ലൈനിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി പോയിന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേഷൻ പോയിന്റ്. ഇപ്പോൾ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരേ ഷേപ്പിൽ തന്നെ കിടക്കുന്ന ബൗണ്ടറികളാവണമെന്നില്ല, അല്ലേ? അവിടെ ബെൻഡ് ഉണ്ടായിരിക്കാം, വളവുണ്ടായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റേഞ്ചിങ് റോഡ് കൊണ്ടുപോയി വെച്ച് നമ്മളതിനെ പാർട്ടാക്കി തിരിച്ചിട്ടാണ് ഓഫ്സെറ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബേസ് ലൈൻ എന്താന്ന് പറഞ്ഞു, സ്റ്റേഷൻ പോയിന്റ് എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ടൈ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ബേസ് ലൈനിൽ നിന്ന് നമ്മൾ ബൗണ്ടറിയിലേക്ക് നമ്മൾ ഓഫ്സെറ്റ് എടുക്കുന്ന ഒരു ലൈൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ആ എടുക്കുന്ന പോയിന്റിന് നമ്മൾ ടൈ സ്റ്റേഷൻ പോയിന്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ടൈ സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബേസ് ലൈൻ. അതുപോലെ വരുന്നതാണ് ഓഫ്സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ 90 ഡിഗ്രി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചെക്ക് ലൈൻ ഉണ്ട്. നമ്മൾ ഈ ടൈ ലൈനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. നമുക്കത് നമ്മൾ എടുത്ത ലൈൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ചെക്ക് ലൈൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഫീൽഡ് ബുക്കിനെ കുറിച്ചിട്ടാണ്. ഫീൽഡ് ബുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 തരത്തിലാണ് നമുക്ക് ഫീൽഡ് ബുക്ക് ഉള്ളത്. അതിൽ ഒന്നാമത്തെയാണ് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക്, രണ്ടാമത്തേത് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക്. അതിൽ സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഒറ്റ ലൈനായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് പാസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ ഈ ഓഫ്സെറ്റുകളൊക്കെ മാർക്ക് ചെയ്തത്, ചെയിൻ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. ഡബിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ സെൻറ്ററിലായിട്ട് 2 ലൈൻസുകൾ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ ഉണ്ടാവും, ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ 2 ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ 2 ലൈനിൻ്റെ അകത്താണ് നമ്മൾ എടുക്കുന്ന ഈ ചെയിനിൻ്റെ
ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ചെയിനിൽ നിന്ന് എടുക്കുന്ന ബേസ് ലൈനിൽ നിന്ന് എടുക്കുന്ന ഓഫ്സെറ്റുകളും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ് ഫീൽഡ് ബുക്ക് ഉള്ളത്, സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും. പിന്നെ അതിൻ്റെ ചെറിയ പ്രോസസ്സാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. റെക്കഗ്നൈസൻസ് സർവേ, അതുപോലെ തന്നെ ഇൻഡെക്സ് സ്കെച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെക്കഗ്നൈസൻസ് സർവേ നടത്തി, അതായത് ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഇൻഡെക്സ് സ്കെച്ച് വരച്ച്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേഷൻ പോയിന്റുകൾ ഗ്രൗണ്ടിലേക്ക് മാർക്ക് ചെയ്ത്, പിന്നെ നമ്മൾ അതിൻ്റെ റെഫറൻസ് സ്കെച്ച് എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സർവേ നൈലിൽ നിന്ന് ഓഫ്സെറ്റ് എടുത്ത് നമ്മളതിനെ പാർട്ടാക്കി തിരിച്ച് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് സെൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു ഏരിയ കാൽക്കുലേഷൻ നടത്തുന്നതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇത്രയും പ്രോസസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം റെക്കഗ്നൈസൻസ് സർവേ, അതിനുശേഷം ഇൻഡെക്സ് സ്കെച്ച്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേഷൻ പോയിന്റുകളൊക്കെ റേഞ്ചിങ് റോഡ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഒരു റെഫറൻസ് സ്കെച്ച് വരയ്ക്കും. കാരണം ഏതിലൂടെയാണ് ചെയിൻ ലൈൻ ഇടേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഓഫ്സെറ്റുകൾ എടുക്കേണ്ടതെന്നുള്ളൊരു സ്കെച്ച് വരയ്ക്കും. അതിനുശേഷം നമ്മൾ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് റൈറ്റ് ആംഗിൾസുകൾ നമ്മൾ എടുത്ത് കറക്റ്റായിട്ട് അളന്ന് ചെയിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഓഫ്സെറ്റ് എടുക്കുന്ന നമ്മുടെ ടൈറ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ അളന്നതിന് ശേഷം നമ്മളതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു പ്ലോട്ടിൻ്റെ ഏരിയ നമ്മൾ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിൽ പറയുന്ന മറ്റൊരു ഭാഗമാണ് കുറച്ച് സിംബൽസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സിംബൽസ്, ഇതിപ്പോൾ സാധാരണ നിങ്ങൾക്കത് സിലബസിൽ നിന്ന് എടുത്ത് കളഞ്ഞതാണ്, എങ്കിൽ പോലും ഇതെന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഞാനതിൽ കൊടുത്തിട്ടുള്ള സിംബൽസുകൾ. നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ പ്ലാനോ അല്ലെങ്കിൽ സൈറ്റ് പ്ലാനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ അതിൽ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യുക, അപ്പോൾ കറക്റ്റ് അങ്ങനെ തന്നെ വരച്ച് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ബിൽഡിങ് എങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ റോഡ് എങ്ങനെ കാണിക്കണം, ഒരു റെയിൽവേ ലൈൻ എങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലേഷൻ ലൈൻ എങ്ങനെ, സ്റ്റേഷൻ പോയിൻ്റ് എങ്ങനെ കാണിക്കണം, അതുപോലെ തന്നെ ഒരു ടൗൺഷിപ്പ് ആണെങ്കിൽ നമ്മളതെങ്ങനെ കാണിക്കും. ഇങ്ങനെ ഓരോന്നും, ടെമ്പിള്, ചർച്ച്, മോസ്ക്യൂ, ഇങ്ങനെ ഓരോന്നിനും, ബ്രിഡ്ജ് വരികയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്, സിംബൽസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സിംബൽസുകളാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഗ്രൂപ്പിൽ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരിക. അതായത് ഒരു ഏരിയ കാൽക്കുലേഷൻ കാണാനായിട്ട്, ഇപ്പോൾ ഇതാണിത് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ എങ്ങനെയാണ് എഴുതുക അതുപോലെയാണ് ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ എഴുതുന്ന പോലെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫീൽഡ് ബുക്കിൽ ഇതുപോലെയാണ് നിങ്ങളുടെ നടുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. ഈ AD എന്ന് പറഞ്ഞിട്ട് നടുക്കിൽ എഴുതിയിട്ടുള്ളതാണ് നിങ്ങളുടെ ചെയിൻ ലെങ്ത്ത്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു പിക്ചറായിട്ട് വരച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലോട്ടാക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ഇതേ ഷേപ്പിലാണ് നമുക്ക് വരിക. ഇനി ഇതിലിപ്പോൾ നമുക്ക് 3 ട്രയാങ്കിളും 2 ട്രപ്പീസിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് BH വെച്ചിട്ട് ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ A+B/2 × H എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും കാണുന്നു. അതിനുശേഷം ഈ എല്ലാ ഏരിയയും കൂടി കൂട്ടി അതിൻ്റെ ടോട്ടൽ കണ്ട് നമ്മളതിനെ 40.47 കൊണ്ട് ഹരിച്ച് അതിൻ്റെ സെൻറ്റ് നമ്മൾ കണക്കാക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഏരിയ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ആ പ്രോബ്ലം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്ന ദിവസം ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.